ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അടുത്ത ആഴ്ച മുഴുവൻ എപ്പിസോഡ് റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് രൂപയുടെയും ചന്ദ്രസേന്റെയും വീട്ടിലേക്ക് പോവാണ്. അവിടെ കുറച്ചു ദിവസം നിൽക്ക്, മോനെ കാണണമെന്ന് തോന്നുമ്പോഴേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചോളാം. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോളാം കിരണേട്ടാ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, കല്യാണി നിനക്ക് വയ്യാതിരിക്കല്ലേ, നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് നിന്നാൽ ശരിയാവില്ല, നീ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തോ എന്ന് പറയാണ്. അപ്പൊ ഷാരി വേണ്ട, അതേ മോൾ ഇവിടെ നിൽക്ക്, കിരൺ മോൻ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും സരിയും മനസ്സിലാക്കണം, ആവോ കല്യാണി ഇവിടെ നിൽക്കാൻ പോവാണോ, രക്ഷപ്പെട്ടു എങ്കിൽ പ്ലാനുകളൊക്കെ കുറച്ചുകൂടി എളുപ്പവും. കിരണ്ട കൺവെട്ടത്തുനിന്ന് അവളെ മാറിക്കിട്ടി. ഇപ്പോഴെങ്ങനെ ആ വിക്രം ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായാന്. എന്തു പറയാൻ, ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് കാര്യം നടത്തിയാലും തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. അല്ല എന്താ സരിയോ നീ ആലോചിക്കണത്, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് കിരൺ ചോദിക്കുമ്പോ, പോണോടാ, നീ ഓഫീസിൽ വരണോന്നില്ല, ഞാനും ഹരിയേട്ടനും എല്ലാം നോക്കിക്കോളാം. അമ്മേ കല്യാണിക്ക് വേണ്ടതൊക്കെ ഉണ്ടായി കൊടുത്തിട്ട് ഇവിടെ ഉണ്ടാവണം കേട്ടോ, അത് മോള് പ്രത്യേകം പറയണോ, ഞാൻ എല്ലാം ചെയ്തു കൊടുത്തോളാം. അങ്ങനെ സരിയുവിനെയും കൂട്ടിക്കൊണ്ടിട്ടാണ് കിരൺ പോകുന്നത് കേട്ടോ. ഓഫീസിൽ പോണ വഴിക്ക് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് കിരൺ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം, അങ്ങനെയാണ് കിരൺ പറഞ്ഞത്. അങ്ങനെ സരിയുവിനെയും കൂട്ടിക്കൊണ്ടാണ് കിരൺ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഷാരി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണിട്ട് പറയണ്ടേ, എന്നാലും അച്ഛൻ മോനെ കൊല്ലുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും, അച്ഛൻ ഒരുപാട് പ്രാവശ്യം അവനോട് പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ അവൻ എന്നെയും കാർത്തിക ചേച്ചിനെ കാദംബരിച്ചിനെ കൊല്ലാൻ വേണ്ടി നിന്നതിന് അച്ഛനെ വേറെ നിവർത്തിയില്ലല്ലോ. അല്ല പ്രകാശിന് അപ്പൊ ഇനി പരോളൊന്നും കിട്ടില്ലേ മോളെ, അല്ല പരോളല്ല സോറി, പുറത്തിറങ്ങാനൊന്നും പറ്റില്ലേ, അച്ഛനാ പരോളൊക്കെ എല്ലാ ജയിൽപ്പുള്ളികളെ പോലും കിട്ടുമായിരിക്കും, ഇനി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, ഇനി അടുത്ത കോടതി കൂടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയല്ലേ, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും അറിയാൻ സാധിക്കുള്ളൂ. മോൾ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കാം. വേണ്ട ആന്റി, ഞാൻ ഉണ്ടാക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അതല്ല മോളെ, മോൾ ഇവിടെ ഇരിക്കും, മോൾക്ക് വല്ലാത്തൊരു ക്ഷീണമുണ്ട്, ആന്റി ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷാരി പുറത്തു പോയിട്ട് അകത്തേക്ക് പോവാണ് ചായ എടുക്കാനായിട്ട്. കല്യാണി അവിടെ തന്നെ തന്റെ അച്ഛനെ കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക കേട്ടോ. സരിയുനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, കാരണം കല്യാണിനെ ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ സരി ഓഫീസിൽ ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തില് ഹരിയേട്ടനോട് പറയണ്ട, ഹരിയേട്ടാ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോവട്ടോ. അതെന്താ സരിയു? വേറൊന്നുമല്ല, ഇന്ന് കല്യാണി അറിയാലോ രൂപാന്റെ ഹോസ്പിറ്റലാണ്, കല്യാണി ആന്റിയുടെ വീട്ടിലാണ് വന്നേക്കണത്, അവൾ ഒറ്റക്കാണ്, പിന്നെ അവളുടെ അച്ഛന്റെ അവസ്ഥയൊക്കെ അറിയാലോ, അവൾ ആകെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഞാനും കൂടി അവിടെ ഉണ്ടാവണം നല്ലതല്ലേ. അത് ഇതാ നല്ല കാര്യമോ സരിയോ, എങ്കിലേ ഞാൻ പെട്ടെന്ന് പണി തീർത്തിട്ട് പോവോന്ന് സരിയോ പറയാണ്. ശരിയെന്ന് നമ്മുടെ ഹരിയേട്ടനും പറയുന്നുണ്ട്. അങ്ങനെ സരിയും മനസ്സിൽ നിന്ന് വിചാരിക്കുന്നു, ഈശ്വര അവൾ എങ്ങനെ ഒന്ന് കൊല്ലാൻ പറ്റുക, ഇപ്പോഴാണെങ്കിൽ ആരും കൂടെയില്ല, ഇത് തന്നെ പറ്റിയ അവസരം, അവളെ കൊല്ലാൻ പറ്റിയ അവസരം ഇത് തന്നെയാണ്, ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഗുണ്ടകളെ വെച്ചിട്ട് കൊന്നാലോ, അതോ ചായയിലോ ഭക്ഷണത്തിലോ വിഷം കലർത്തി കൊല്ലണോ? അല്ല ഗുണ്ടകളെ വെച്ച് കൊന്നു കഴിഞ്ഞാലും ആരുടെ ഗുണ്ടകൾ വന്ന് ഉപദ്രവിച്ചെന്ന് വിചാരിക്കും, കാരണം ഗംഗപ്രസാദിന്റെ ഗുണ്ടകൾ എല്ലാവരും തന്നെ മരിച്ചുപോയി. പിന്നെയുള്ളത് വിക്രമായിരുന്നു, വിക്രവും മരിച്ചുപോയി. പിന്നെയുള്ളത് ഗംഗപ്രസാദ്, അയാളും മരിച്ചു. പിന്നെ ഇവരുടെ ശത്രുവായിട്ട് ആരും ഇല്ലല്ലോ. ഇവരുടെ ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവര് കൊന്നേന്ന് വിചാരിക്കായിരുന്നു, അല്ലെങ്കിൽ സ്വാഭാവിക മരണമെന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊന്നാലോ. ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞിട്ടെ ഫുഡിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വലിയ രീതിയിലല്ലാത്ത വിഷം എന്തെങ്കിലും ചെയ്തിട്ട് അവൾക്ക് ഇപ്പൊ പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് തന്നെ സരിയു വിചാരിക്കുകയാണ്. ശേഷം സരിയു നേരത്തെ തന്നെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ഷാരി ചോദിക്കണ, മോള് നേരത്തെ എത്തിയോ? ഞാനിന്ന് ഇവിടെയാ സ്റ്റേ ചെയ്യണത്. അപ്പൊ അവിടെ താരം ഒറ്റയ്ക്കല്ലേ? അത് കുഴപ്പമില്ല, ഇവിടെ കുഞ്ഞുണ്ടല്ലോ, പിന്നെ നിങ്ങളും ഉണ്ട്, പിന്നെ കല്യാണി ഉണ്ടല്ലോ. അപ്പോഴേക്കും കല്യാണി എവിടെയെന്ന് സരിയു ചോദിക്കുമ്പോ കല്യാണി മോളിൽ ഉറങ്ങുവാണ്. അല്ല മോളെ, നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒന്നും പതുക്കെ പറ, എന്റെ ഉദ്ദേശം നിങ്ങളത് പറയേണ്ട കാര്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കല്യാണിനെ ഉപദ്രവിക്കേണ്ട മോളെ, അവളെ ഉപദ്രവിച്ചവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ മോൾക്ക് അറിയാലോ. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ മിണ്ടാതെ ഒരു മൂലക്ക് മാറിയിടുന്നോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ മിണ്ടരുതെന്ന് പറയാണ്. മോളെ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അവൾ ഉറങ്ങുവല്ലേ, ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറയണ. അല്ല മോൾ എന്താ ഉദ്ദേശിക്കണത്? അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ കൂടെ നിന്നാ മാത്രം മതി എന്ന് പറയാണ്. അല്ല അവൾ ഏത് റൂമിലാ കിടക്കണത്? കിരണു മുമ്പ് നിന്ന റൂമില്ലേ, അവിടെ തന്നെയാ അവള് കിടക്കണത്. അവൾക്ക് ഇവിടെ വന്നാലും കിരണിന്റെ റൂം തന്നെ വേണോ അല്ലെ? ഇവിടെ ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കിരണ് മുമ്പ് കിടന്ന റൂമിൽ കിടക്കാന്ന് വെച്ചിരിക്കായിരുന്നു, അപ്പൊ അവൾ ആ റൂമിൽ കിടന്നല്ലേ, കുഴപ്പമില്ല, അവളെ അന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സരിയു നേരെ കല്യാണി കിടക്കുന്ന റൂമിലേക്ക് പോവാട്ടോ. അവിടെ കല്യാണി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്.
കല്യാണിനെ കൊല്ലാൻ വേണ്ടി തന്നെ സരിയു കല്യാണിന്റെ അടുത്തേക്ക് വരുമ്പോ കല്യാണി ഉറങ്ങുമായിരിക്കും, പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. സരിയു അപ്പൊ ഒന്നും അറിയത്തില്ല, ആ കല്യാണി നീ എഴുന്നേറ്റോ? ആ ചെറുതായിട്ടൊന്ന് മയങ്ങിയുള്ളൂ സരിയു എന്ന് പറയാണ്. അല്ല സരിയു നീ ഇന്ന് നേരത്തെ എത്തിയോ? ആ കല്യാണിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, പിന്നെ കല്യാണിയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു. കല്യാണി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്കൊന്നും വേണ്ട സരിയു, വിശക്കുന്നില്ല. ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. കിരൺ എന്നെയും അമ്മേനെയൊക്കെ വിശ്വസിച്ച നിന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന എന്ത് ചെയ്യും? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിരൺ നാളെ ഞങ്ങളെ കുറ്റപ്പെടുത്തുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വാ. ദേ അമ്മ നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ വാ എന്ന് പറഞ്ഞ എനിക്ക് വേണ്ടനട്ടാ എന്ന് പറയാണ്. എനിക്കറിയാം നിന്റെ അനിയനാണല്ലോ വിക്രം, അവൻ മരിച്ചിട്ട് ഇന്ന് 2 ദിവസം ആയിട്ടുള്ളൂ, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പച്ചക്കറി വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആചാരവും അതുപോലെ തന്നെ അതൊന്നും നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ കല്യാണി, വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഞാനും കൂടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അതുപോലെ തന്നെ സരിയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണത്തിൽ പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കും, ഞാൻ ഭക്ഷണം വിളമ്പാന്ന് പറഞ്ഞിട്ട് സരിയു അകത്തേക്ക് പോവാണ്. ശേഷം സരിയു കല്യാണിന്റെ ഫുഡിൽ മാത്രം എന്തോ ഒന്ന് വിളമ്പുന്നുണ്ട് കേട്ടോ, കലക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്? നമുക്ക് ഇതെങ്ങാനും പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോളെ പിന്നെ അതോടെ തീർന്നോ? ഇപ്പൊ നമുക്ക് എന്ത് കുറവാ മോളെ ഉള്ളത്? ഇവിടെ സുഖമായിട്ടും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തിരി പണിയെടുക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ അമ്മേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ട് അനുസരണയോടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ നിന്നാ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പോയിക്കൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ. എനിക്കറിയില്ല മോളെ എന്തൊക്കെയാ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ കൊണ്ടീ പൊടിയെ അവൾക്ക് കൊടുക്കാൻ പറ്റ ആ കറിയിൽ മാത്രം ഇട്ടാ മതി. അല്ല മോളെ അത് പിന്നെ അവൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുമ്പോ അവള് വിചാരിക്കല്ലോ 3 പേർക്ക് 3 പാത്രത്തിൽ കറി എടുത്താൽ മതി, അതിൽ അവളുടെ പാത്രത്തിൽ ഈ പറയുന്ന സാധനം ഒഴിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എനിക്കറിയില്ല മോൾ എന്താ ചെയ്. നിങ്ങൾ ആർക്കും കണ്ട കാര്യം പറയാനോ മിണ്ടാനോ ഒന്നും നിൽക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി മോളെ എന്ന് ഷാരി പറയാണ്. അങ്ങനെ സരിയു എന്തൊക്കെയോ കല്യാണിനെ കൊല്ലാൻ വേണ്ടി പല വഴികളും നോക്കുവാട്ടോ. അതായത് ഭക്ഷണത്തിൽ വിഷം ചേർക്കണോ, അതോ ഉറങ്ങണ സമയത്ത് ഇങ്ങനെ മൂക്ക് പൊത്തി, അതായത് മൂക്കും വായൊക്കെ പൊത്തി ശ്വാസം മുട്ടിച്ച് തലോണമർത്തി ശ്വാസം മുട്ടിച്ചു കൊള്ളണോ, എന്ത് ചെയ്യണോ, അങ്ങനെയൊക്കെ തന്നെ ആലോചിച്ച് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടണ സരിയുവിനാണ് നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സരിയും ഷാരിയും ശരിക്കും പിടിക്കപ്പെടാൻ വേണ്ടി തന്നെ പോവാനാണ്. പിന്നെ ഷാരിനെ മാത്രം ശിക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, താരയും ഒരുവിധം തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നാള് താരനെ സംരക്ഷിച്ചത് ആരാണ്? ചന്ദ്രസേനാണ്. എന്നിട്ട് ചന്ദ്രസേന്റെ സ്വന്തം മകനായിട്ടുള്ള കിരണിന്റെ ഭാര്യയാണ് കല്യാണിയാണെങ്കിൽ താരനെ സ്വന്തം അമ്മേനെ പോലെയാണ് കണ്ടത്. എന്നിട്ട് അവരുടെ കുടുംബത്തിൽ ഇത്രമാത്രം അപകടങ്ങളൊക്കെ വരുത്തി വെക്കാൻ നോക്കിയ സരിയുവിനെ സംരക്ഷിക്കുകയാണ് താര ചെയ്തത്. അപ്പൊ താര ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. താര കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും കുറ്റം മറച്ചത് വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ താരക്കും ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച സരയും അതുപോലെ തന്നെ ഷാരിയും പിടിക്കപ്പെടാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോ 11 മണിക്കാണ് വരുന്നുണ്ടാവുക. 11 മണിക്ക് എന്തായാലും വീക്കെൻഡ് പ്രൊമോ ഇടുന്നതായിരിക്കും, എല്ലാവരും കാണുക കേട്ടോ. അത് മാത്രമല്ല ഒറിജിനൽ ആയിട്ടുള്ള പ്രൊമോ, അതായത് 11 മണിക്ക് നമ്മുടെ സീരിയൽ ഒറിജിനൽ തീരുമ്പോഴുള്ള പ്രൊമോ ഉണ്ടല്ലോ, ആ വീക്കെൻഡ് പ്രൊമോ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. ഇത് ഞാൻ ജസ്റ്റ് അടുത്ത ആഴ്ച സ്റ്റോറി ലൈൻ ഏകദേശമൊക്കെ അറിഞ്ഞതിന് ശേഷം റിവ്യൂ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.